ഹായ് ഓൾ, നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത അറിയിക്കാനാണ് ഞാനിത് സംസാരിക്കുന്നത്. ലൈഫ് ലൈൻ കേരളം മുഴുവനും എല്ലാ ജില്ലയിലും ഫ്രാഞ്ചൈസി തുടങ്ങുന്നു. അപ്പോൾ ആ ഫ്രാഞ്ചൈസി തുടങ്ങുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും ന്യൂ ജനറേഷൻ ജനത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള എന്നാൽ ഒരു നന്മയുള്ള ബിസിനസ്സുകൾ മാത്രമാണ് നമ്മൾ നോക്കിയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നമ്മൾ വൈറ്റമിൻ തെറാപ്പി. അപ്പോൾ അത് മെഡിക്കൽ ഡോക്ടറുടെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ ചെയ്യും. നമ്മുടെ ബ്ലഡിൻ്റെ അനാലിസിസ് നോക്കിയിട്ട് അതിൽ നമുക്ക് ഏത് വൈറ്റമിനാണോ കുറവുള്ളത്, അതുകൊണ്ട് നമുക്ക് എന്ത് രോഗമുണ്ടാകും നോക്കിയിട്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന വൈറ്റമിൻ കൊടുക്കുന്ന ഒരു ഓസ്ട്രേലിയൻ പൈനിയറിങ് സിസ്റ്റമാണ്. രണ്ടാമതായിട്ട് നമ്മൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത് സൈക്കോളജിക്കൽ ക്ലിനിക്സാണ്. അതും എല്ലാ ജില്ലകളിലും നമ്മൾ തുടങ്ങാനായിട്ടാണ്. അപ്പോൾ നമുക്കതിന് കുറേയേറെ സൈക്കോളജിസ്റ്റുകളെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നടത്താനായിട്ട് അപ്പോൾ നല്ല ഈ പറഞ്ഞ പോലെ നമ്മളൊരു സാധാരണ രീതി ക്ലിനിക്സ് നടത്തുന്ന പോലെ തന്നെ വരുമാനം ഉണ്ടാകുന്നൊരു സംഭവമാണ്. മറ്റൊന്ന് കോസ്മെറ്റോളജി സെൻറ്റർ. നമുക്ക് സൗന്ദര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്താണോ ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രൊഫഷണൽസിനൊക്കെ ഉണ്ട്. മറ്റൊന്ന് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പൈസ പോകുന്നതും ഒരുപാട് റവന്യൂ വരുന്നതുമാണ് ഹെയർ ആൻഡ് സ്കാൽപ്പ് ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ അതും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ സ്ഥലത്തും തന്നെ തുടങ്ങും. ഇതൊക്കെ വേറെ വേറെയാണ്, പക്ഷേ ലൈഫ് ലൈൻ്റേതായൊരു രീതിയിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടായിരിക്കും കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രൊഫഷണൽസും ഏറ്റവും മിതമായതും. അപ്പോൾ ഇവിടെ വിൻ വിൻ ആയിരിക്കും. ലൈഫ് ലൈൻ വിന്നറായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രാഞ്ചൈസീസ് വളരെ വിന്നേഴ്സായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർക്ക്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊന്നാണ് സ്ലീപ്പ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ്. അതും ക്ലിനിക്സായിട്ട് തന്നെ നടത്തുന്നതാണ്. മറ്റൊന്നാണ് നമുക്ക് ഈ റീപ്രൊഡക്റ്റീവ് ന്യൂട്രീഷണൽ സപ്പോർട്ട് സെൻറ്റർ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരുപാട് ആൾക്കാർക്ക് കുട്ടികളില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഏത് ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ടാണ് അവർക്കുണ്ടാകുന്നത്, അതാണ് നമുക്ക് അതിനകത്ത് കൂടുതൽ നമ്മൾ പരിഹരിക്കാനായിട്ട് നോക്കുന്നത്. അപ്പം അത് സ്ത്രീകൾക്കും ഉണ്ടാകും, പുരുഷന്മാർക്കും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈശ്വരൻ തന്നിട്ടുള്ള ഈ സെക്സിൻ്റെ ആ ഒരു ഡ്രൈവ് നമുക്ക് ശരിയായിട്ട് വരാത്തവർക്കെല്ലാം ന്യൂട്രീഷനും കൊണ്ട് നമ്മുടെ ഡ്രഗ് എല്ലാം വേറെ വകുപ്പാണ്, പക്ഷേ ന്യൂട്രീഷൻ തെറാപ്പി കൊണ്ട് എന്തെല്ലാം നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ മറ്റൊന്നാണ് നമുക്ക് സെക്സോളജി കൗൺസിലിംഗ് സെൻറ്റർ. അതും ഈ പറഞ്ഞതുപോലെ സ്റ്റേറ്റിൽ വളരെ കുറച്ച് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതും വളരെ നല്ല ഇഫക്റ്റീവായിട്ട് നമ്മൾ അപ്പോൾ ഇതിനകത്ത് ചിലതൊക്കെ കമ്പൈൻ ചെയ്തായിരിക്കും കൊടുക്കുന്നത്. സെക്സോളജി കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ടാകും. അപ്പോൾ അതിനെല്ലാം അതിൻ്റേതായ പ്രൊഫഷണൽസ് പിന്നെ ക്വാളിറ്റി ലൈഫ് ലൈൻ ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കും ചെയ്യുന്നത്. അതേപോലെ മറ്റൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ സെൻറ്റേഴ്സ്. സാധാരണ വീട്ടിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നതിന് പകരം അതിന് പ്രത്യേകമായിട്ടുള്ള ഒരിത്. അതേപോലെ തന്നെ മറ്റ് ഒത്തിരി യൂട്ടിലിറ്റി ഉള്ളതും നമുക്ക് കസ്റ്റമേഴ്സിന് വളരെ ആവശ്യമുള്ളതുമാണ് മൈൻഡ്ഫുൾ പേരൻറ്റിങ് പ്രോഗ്രാം. കുഞ്ഞുങ്ങളെങ്ങനെ നമുക്ക് ഇപ്പോൾ നമുക്കിനി ഒരു കളക്ടറാകാനും ചീഫ് സെക്രട്ടറി ആകാനോ പറ്റുന്നില്ലെങ്കിലും, ഇല്ലെങ്കിൽ നമുക്കൊരു ബില്യണയർ ആകാൻ പറ്റുന്നില്ലെങ്കിലും അങ്ങനൊരു കുട്ടിയുടെ അച്ഛനാകാനായിട്ട് തീർച്ചയായിട്ടും അമ്മയാകാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ മറ്റൊന്നാണ് നമുക്ക് ടീൻ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം. ഒരുപാട് കുഞ്ഞുങ്ങൾ ടീൻസിൽ 12, 14, 15, 16 വയസ്സിലൊക്കെ കുട്ടികൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് പ്രോഗ്രാമായിട്ടൊരു കൗൺസിലിംഗ്, എല്ലാവർക്കും പൊതുവെ ഒരു സപ്പോർട്ട് പ്രോഗ്രാമായിട്ടൊരു സെൻറ്റർ. പിന്നെ മറ്റൊന്നാണ് നമുക്ക് വെയ്റ്റ് ലോസ് പ്രോഗ്രാംസ്. അപ്പോൾ ചിലതൊക്കെ ഈ ആൾക്കാർ ചെന്ന് അതിനോട് വെറുത്ത് കിടക്കുന്നതാണ്. പക്ഷേ നമുക്കൊരു ആവറേജ് രീതിയിൽ വലിയ അതിശയോക്തിയൊന്നും ഇല്ലാതെ ആവറേജ് രീതിയിൽ കുറയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റും. അത് വീണ്ടും ഗെയിൻ ആകാത്ത രീതി ചെയ്യാനായിട്ട് വെയ്റ്റ് ലോസ് പ്രോഗ്രാംസ്. പിന്നെ മറ്റൊന്നാണ് നമുക്ക് സ്റ്റേറ്റിൽ ഏറ്റവും അത്യാവശ്യമുള്ളതെന്ന് അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ്. അത് ഡ്രഗ് അഡിക്ഷൻ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള രീതിയിലുള്ള അഡിക്ഷൻ ആണെങ്കിലും ശരി, അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാനായിട്ട് മദ്യപാനം ഇതെല്ലാം അതിൽ ഉൾപ്പെടും. പിന്നെ നമുക്ക് മറ്റൊരു സെൻറ്ററാണ് നമ്മൾ ഫ്രാഞ്ചൈസിൽ ഉൾപ്പെടുത്തുന്നത് ഏജിങ് റിവേഴ്സൽ പ്രോഗ്രാംസ്. അപ്പോൾ ഏജ് ഇപ്പം പെട്ടെന്ന് പ്രായമാകുന്നവരുണ്ട്. 30 വയസ്സ് ചിലപ്പോൾ 40, 50, 60 ആയിട്ട് തോന്നിക്കുന്ന അവരുണ്ട്. അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. പിന്നെ വളരെ ഫാസ്റ്റായിട്ട് ഏജിങ് ആകുന്നതിന് പകരം വളരെ സ്ലോ ആയിട്ട് ഏജിങ് എന്താണെങ്കിലും നമ്മൾ ഈ 10-100 വയസ്സാകുമ്പോഴത്തേക്കും മരിക്കും. പക്ഷേ എന്നാൽ തന്നെ നമുക്കൊരു അതിനൊരു സ്ലോ പ്രോസസ്സ്. അതിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അതിനുള്ള മെഡിറ്റേഷൻസ്, അതിനുള്ള ചില രീതികളുണ്ട്. അപ്പോൾ ആ രീതികളിൽ എന്തെല്ലാം ആധുനിക സയൻസ് സപ്പോർട്ട് ചെയ്യുന്ന. പിന്നെ മറ്റൊന്നാണ് നമുക്ക് ഏറ്റവും വളരെ അത്യാവശ്യമുള്ളതാണ് നമ്മുടെ ഈ റിലേഷൻഷിപ്പ് കൗൺസിലിംഗ്. നല്ല കുടുംബജീവിതം നടക്കാനായിട്ട് ബന്ധങ്ങൾ മെച്ചപ്പെടുക വളരെ അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ എല്ലാ സ്ഥലത്തും എല്ലാ ജില്ലയിലും ഓരോ സെൻറ്റേഴ്സ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ മാരേജ് അപ്പോൾ അതിന് പ്രീ വെഡ്ഡിങ് പാക്കേജ്, അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രിപ്പറേറ്ററി പ്രോഗ്രാമായിട്ട് നമ്മളൊരു
വലിയ ഒരു സംഭവം നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു ഫ്രാഞ്ചൈസി ലെവൽ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ മാരേജ് കൗൺസിലിംഗ് സർവീസസ്, മാരേജിന് മുമ്പ് അവർക്കുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്ത് മാരേജിലേക്ക് പോകാനായിട്ടുള്ളൊരു ഇത്. അതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്, പ്രീ മാരിറ്റൽ പ്രിപ്പറേറ്ററി പ്രോഗ്രാംസ്. ഇതും നമ്മുടെ ഫ്രാഞ്ചൈസി ചെയ്യുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മാരേജിന് വേണ്ടി പ്ലാൻ ചെയ്യാം. മറ്റൊരു പ്രോഗ്രാമാണ് വെഡ്ഡിംഗ് പ്ലാനിങ് സെൻറ്റർ. അപ്പോൾ നമ്മളൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യണം, വളരെ ഇതായിട്ട് ജീവിതം പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ പ്രൊഫഷണൽസ് കിട്ടാവുന്നതിൽ ബെസ്റ്റ് നോളജ് നമുക്ക് തരുന്നതായിരിക്കും. മറ്റൊന്ന് നമുക്ക് ഹോളിസ്റ്റിക് റിലേഷൻഷിപ്പ് ആൻഡ് വെഡ്ഡിങ് കൺസൾട്ടൻസി. വിവാഹത്തിന് ശേഷമാണെങ്കിലും ശരി, അപ്പോൾ വിവാഹം നിലനിർത്തിക്കൊണ്ട് പോകുമ്പോഴാണെങ്കിലും ശരിയൊക്കെ നമുക്കത് ചെയ്യാനായിട്ട് അർജൻറ്റായിട്ട് ചെയ്യുന്നത്. മറ്റൊരു ഏരിയയാണ് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും, നമ്മുടെ ഗ്രൂമിങ് ആൻഡ് ഇമേജ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്. അപ്പോൾ ഇത് ഞാനൊരു ടീമിന് ട്രെയിനിങ്ങൊക്കെ കൊടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാ പ്രൊഫഷണൽസിനും നമുക്കിതിൻ്റെ കൺസ്യൂമേഴ്സിനല്ല ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നത്, ഇതിൻ്റെ പ്രൊഫഷണൽസിന് ഞാനൊരു ട്രെയിനിങ്ങും പിന്നെ ഫ്രാഞ്ചൈസി സിസ്റ്റം നന്നായിട്ട് നടപ്പിലാക്കാനുള്ള സോഫ്റ്റ്വെയറും മറ്റും എല്ലാം ഉണ്ടാകും. മറ്റൊന്ന് പ്രോപ്പർ വെൽനസ് സെൻറ്റർ. ഒരുപാട് വെൽനസ് സെൻറ്റേഴ്സ് ഉണ്ട്, എങ്കിൽ പോലും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്ന വെൽനസ് സെൻറ്റേഴ്സ്. മറ്റൊന്ന് നമുക്ക് ന്യൂട്രീഷ്യൻ്റെ സർവീസ്, ന്യൂട്രീഷനിസ്റ്റ് നമുക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ കഴിക്കരുത്, ഏത് ലിമിറ്റിൽ കഴിക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. നേരത്തെ പറഞ്ഞ ന്യൂട്രീഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ അത് പുറത്ത് ഇറക്കുമതി ചെയ്യുന്ന ഇതിനെ ബേസ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നതാണ്. ഇതങ്ങനെയല്ല, നമ്മൾ കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അടുത്ത നമുക്കൊരു ഫിറ്റ്നസ് പ്രോഗ്രാംസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടൻസി ഉണ്ടാകും. ദെൻ നമുക്ക് വരാവുന്നത് റിലേഷൻഷിപ്പ് ആൻഡ് വെൽനസ് റിട്രീറ്റ്സ്. അപ്പോൾ അവിടെ നമുക്ക് പിന്നെ റിട്രീറ്റ്സിൽ കുറച്ച് ദിവസം താമസിക്കാനായിട്ടും, അപ്പോൾ അവിടെ നമുക്ക് ഈ വെൽനസ് പൂർണ്ണമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് വെൽനസ് സർവീസസ് എന്ന് പറഞ്ഞ് ഇതുമായിട്ട് കമ്പൈൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരിതുണ്ട്. പിന്നെ മറ്റാൾക്കാർക്ക് വളരെ അത്യാവശ്യമുള്ളതാണ് ബ്യൂട്ടി ആൻഡ് വെൽനസ്. നമ്മുടെ സൗന്ദര്യം നിലനിർത്തുകയും വേണം, വെൽനസ്സും. അതിനുവേണ്ടി മൊബൈൽ ആപ്പിൽ കൂടി തന്നെ നമുക്ക് സേവനം കിട്ടുക. പിന്നെ മറ്റൊരു സേവനം നമ്മൾ ഈ ഫ്രാഞ്ചൈസിയുടെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫൈനാൻഷ്യൽ ആൻഡ് വെൽനസ് പ്രോഗ്രാംസ്. അത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, നമുക്കുള്ള പണം നമുക്ക് വർദ്ധിപ്പിക്കുകയും ഇരട്ടിക്കുകയൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 70 മുതൽ 90 വരെ നമുക്ക് നിത്യജീവിതത്തിൽ ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് കൂടുതൽ അതിനകത്ത് വരുന്നത്. പിന്നെ മറ്റൊന്ന് നമുക്ക് ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ക്ലാസ്സസ്. അപ്പോൾ അതും നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലതൊന്നിച്ച് യോജിപ്പിച്ചുകൊണ്ടായിരിക്കും. മറ്റൊന്ന് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. അപ്പോൾ അത് നമുക്കൊരു സ്കില്ല് ആവശ്യമാണ്, മൈൻഡ്ഫുൾ ഈറ്റിങ്ങിൻ്റെ, അതിനെക്കുറിച്ചുള്ളൊരു പ്രോഗ്രാം. മറ്റൊന്ന് റേക്കി സെൻറ്റർ. നിങ്ങൾക്കറിയാം, റേക്കിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു ഹീലിംഗ് സെൻറ്റർ. അതേപോലെ തന്നെ നമുക്ക് മറ്റൊന്നാണ് യോഗ സ്റ്റുഡിയോ. അവിടെ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ്ങും ഉണ്ടാകും, സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും. പിന്നെ മറ്റൊന്ന് പേഴ്സണൽ ട്രെയിനേഴ്സ്, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇല്ലെങ്കിൽ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട. അപ്പം ഞാൻ വേറൊന്ന് പറഞ്ഞിരുന്നത് സ്ലീപ്പ് കോച്ചിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ മറ്റൊന്നാണ് നമുക്ക് ആരോമ തെറാപ്പി. ഏത് സ്മെല്ലാണ് നമുക്ക് പോസിറ്റീവായിട്ട്, പ്രത്യേകിച്ച് ഞാൻ പറയും നാച്ചുറൽ സോഴ്സിൽ നിന്ന് എടുക്കുന്ന സ്മെല്ല്, ചില സ്മെല്ലുകൾ നമുക്ക് അതനുസരിച്ച് നമ്മുടെ ബ്രെയിനിൽ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോസിറ്റീവായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആ സമയത്ത് ആർട്ടിഫിഷ്യലി നന്നാക്കുന്ന സ്മെല്ലുകൾ നമ്മൾ കുറച്ച് വിലക്കുറവായിരിക്കും, പല സ്മെല്ലും കിട്ടും. പക്ഷേ ഇത് ബ്രെയിനിനകത്ത് മാറ്റം ഉണ്ടാകുന്നില്ല, നമുക്ക് ആ സ്മെല്ലിൻ്റെ സുഖം മാത്രമേ കിട്ടുന്നുള്ളൂ. അരോമ തെറാപ്പിയിൽ അതല്ല, നമുക്ക് ആ ശരീരത്തിൽ ആ മോളിക്യൂൾസ് ഉണ്ടാക്കപ്പെടുകയാണ്. പിന്നെ മറ്റൊന്നാണ് ചിറോപ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിറോപ്രാക്ടിക് ചെയ്യുന്നത് നമ്മുടെ നട്ടിൽ വേണ്ട വിധത്തിൽ അലൈൻ ചെയ്ത് നടുവേദനയൊക്കെ വരാതെ മുന്നോട്ട് പോകാനുള്ള ഒരു രീതിയാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പേർട്സ് ആയിരിക്കും നമുക്ക് എല്ലാ ജില്ലകളിലും ചെയ്യുന്നത്. മറ്റൊന്നാണ് റിഫ്ലക്സോളജിക്കകത്ത് നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ ചില വൈറ്റൽ പോയിൻറ്റ്സ് ഉണ്ട്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ മറ്റൊന്ന് നമുക്ക് ന്യൂട്രീഷൻ കോച്ചിങ് ഉണ്ട്. അപ്പോൾ ന്യൂട്രീഷണൽ കോച്ചിങ്ങിനകത്ത് നമുക്ക് പിന്നെ പ്രധാനമായിട്ടും നമ്മളെന്തൊക്കെയാണ് ഒരു കോച്ചായി പോവുകയാണെങ്കിൽ, മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ട ഇല്ല അവർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഫുഡ് മാത്രം നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്തൊക്കെ വേണം എന്തൊക്കെ പാടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നതാണ്. മറ്റൊന്ന് നമുക്ക് ഹെൽത്തി ഫുഡ് ഡെലിവറി സർവീസസ്. ചില ധാന്യങ്ങൾ പൊടിച്ചതും ചില സംഭവങ്ങളൊക്കെ നമുക്ക് വളരെ ഹെൽത്ത് നൽകുന്നതാണ്, വളരെ സമീകൃതമായിട്ടുള്ള. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഓൾറെഡി തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെല്ലാം കൂട്ടി ഇണക്കിക്കോട്ട് നമുക്കൊരു സർവീസായിട്ട്. മറ്റൊന്ന് നമ്മൾ ഓൺലൈൻ വെൽനസ് കമ്മ്യൂണിറ്റി.
അപ്പോൾ അത് ഒരു വലിയൊരു ബിസിനസ് സാധ്യതയാണ്. അതുപോലെ തന്നെ വെൽനസ് ടൂറിസം, നമുക്ക് പുറത്തുനിന്ന് ധാരാളം പണം കിട്ടാനായിട്ട് സാധ്യതയുള്ളൊരു ബിസിനസ്സാണ്. അതുപോലെ വെൽനസ് കോച്ചിങ് നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ വെൽനസ് സ്പാ. മറ്റൊരു ഏരിയയാണ് നമുക്ക് വെൽനസ് ക്ലോതിങ്. നമുക്ക് ആ വെൽനസ്സുമായിട്ട് ശരീരത്തിന് ഏറ്റവും യോജിച്ച രീതിയിലുള്ള അത് വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്. പിന്നെ വെൽനസ് ഈവൻറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെൽനസ് ഫോക്കസ്ഡ് ഇ-കൊമേഴ്സ് സ്റ്റോർ, വെൽനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. പിന്നെ മറ്റൊന്ന് വെൽനസ് ഫോക്കസ്ഡ് കോർപ്പറേറ്റ് വെൽനസ് പ്രോഗ്രാം. പല കമ്പനികൾക്ക് അവർക്കിതൊന്നും ചിന്തിക്കാൻ നേരമില്ല, പക്ഷേ അവർക്ക് അവരുടെ എംപ്ലോയീസിന് നല്ല ആരോഗ്യം വേണം. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് കോർപ്പറേറ്റ് യൂസ് ആകും. അത് നല്ലൊരു ഫ്രാഞ്ചൈസി സിസ്റ്റമാണ്. നമുക്ക് ഇതിനകത്തെല്ലാം ഓരോന്നും മാത്രമായിട്ട് ചെയ്താലും നമുക്ക് ധാരാളം വരുമാനം കിട്ടുന്നതാണ്. ചിലത് നമുക്ക് കമ്പൈൻ ചെയ്ത് ഇതിൽ ഓരോരുത്തർ താല്പര്യപ്പെട്ട ആൾക്കാർക്ക് അവരുടെ കോച്ചിങ് തീർന്നു കഴിയുമ്പം അവർക്ക് ചേർന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. പിന്നെ വെൽനസ് ഫോക്കസ്ഡ് സ്പീക്കർ ഉണ്ട്, പിന്നെ വെൽനസ് ഫോക്കസ്ഡ് കോച്ച് ഉണ്ട്, വെൽനസ് ഫോക്കസ്ഡ് ഈവൻറ്റ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വെൽനസിൻ്റെ ഏരിയയിൽ, മനുഷ്യന് നന്മ ഉണ്ടാകുന്ന ഏരിയയിൽ മൊത്തമായിട്ട് വരുന്ന വെൽനസ് പ്ലാനിങ്, ഇല്ലെങ്കിൽ വെൽനസിൻ്റെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് വെൽനസ് എഡ്യൂക്കേറ്റർ, ഇതുമായിട്ട് വെൽനസ്സുമായിട്ട് ബന്ധപ്പെട്ട വർക്ക്ഷോപ്സ്, സെമിനാർസ്, സപ്പോർട്ട് ഗ്രൂപ്പ്സ്, ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അപ്പം എല്ലാ ഒരെണ്ണത്തിൽ ചേരുമല്ല. ചിലപ്പോൾ ഇതിനകത്ത് ഒരു ജില്ലയിൽ തന്നെ 10-12 ഇതിൻ്റെ സെൻറ്റേഴ്സ് ഉണ്ടാകും. ഒന്നൊന്നിനോട് കണക്ട് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിനോട് ഡ്യൂപ്ലിക്കേഷൻ അല്ല വരുന്നത്, പക്ഷേ 10-12 ഇതിൽ ഉണ്ടാകും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഒരു 400ഓളം സെൻറ്ററുകളാണ് നമ്മൾ കേരള സ്റ്റേറ്റിൽ മൊത്തം വരുന്നത്. ഇപ്പോൾ അതിലിപ്പോൾ കുറച്ച് പേരൊക്കെ ഓൾറെഡി തന്നെ വളരെ താല്പര്യം എടുത്ത് ജോയിൻ ചെയ്ത് അവർ കുറച്ച് ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ പലപ്പോഴും നമുക്ക് സംഭവിക്കും, നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം കൊണ്ടുവരുമ്പോഴത്തേക്ക് അന്നേരം ആൾക്കാർ വരില്ല, ആ സമയത്ത് അവർ ബന്ധപ്പെടുകയില്ല. ഇതിനെല്ലാം ശേഷം അവർ അയ്യോ എനിക്കിവിടെ വേണമായിരുന്നു. ഇപ്പം ഒരുപക്ഷെ ഞാൻ 8 വർഷം 10 വർഷം മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളവരായിരിക്കും, നല്ല ആൾക്കാരുമായിരിക്കും, പക്ഷേ എന്താ നമുക്ക് ഈ ആവശ്യം വന്നപ്പോൾ അത് ചേർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇതിനകത്ത് ഞാൻ സമയപരിധി കൊണ്ട് പറയാത്ത വേറെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ആ ബിസിനസ്സുകളും എല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്താൽ മതി. ഇതിന് അവസാനം കാണുന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക്, ഇപ്പോൾ ഈ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഭയങ്കര ബിസിയിലിരിക്കുമായിരിക്കും. അപ്പോൾ ആ പർട്ടിക്കുലർ ടൈമിൽ തന്നെ നിങ്ങൾ അറിയിക്കാനായിട്ട്, അതിന് പകരം നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഡീറ്റെയിൽസും വാട്സപ്പായിട്ട് തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യം ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ എൻ്റെ ലൈഫ് ലൈൻ ഫ്രാഞ്ചൈസി പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു വാട്സപ്പ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിനെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും സൂമിൽ പറഞ്ഞു തന്ന് നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം ഇവിടെയൊക്കെ വെച്ചിട്ട് നെക്സ്റ്റ് വീക്കിൽ തന്നെ തുടങ്ങുകയാണ്. ട്രെയിനിങ് എല്ലാം നടന്ന് പിന്നെ കുറച്ച് ഓൺലൈൻ ട്രെയിനിങ്സ് വരും. എന്ന് പറഞ്ഞാൽ ഓൾറെഡി റെക്കോർഡഡ് പ്രോഗ്രാംസ് ആയിരിക്കും. ഇതെല്ലാം വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇത് മൊത്തം കണക്ട് ചെയ്തുകൊണ്ടൊരു സിസ്റ്റം ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ആപ്സ് ഉണ്ടാകും. എല്ലാ പ്രോഗ്രാമിനും അതിൻ്റേതായ ആപ്സ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റ് വളരെ ഈസി ആക്കിയിട്ട് ഈ പ്രോഗ്രാമിനെല്ലാം പറയാനൊരു പ്രത്യേകതയുള്ളത്, നമ്മൾ ഈ ആന്ത്രപ്രണർ അവിടെ തന്നെ കുത്തിയിരിക്കേണ്ട. നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിലും മറ്റൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും ഇപ്പോൾ അവർക്ക് ഇത് ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മാനേജ്മെൻറ്റ് നമ്മൾ അതിൻ്റെ അക്കൗണ്ട്സും അതെല്ലാം ഓൺലൈനിലാണ്, നമ്മൾ നോക്കിയാൽ മതിയാവും. പിന്നെ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ന്യൂട്രീഷൻ തെറാപ്പി എടുക്കാം. അവിടെ മെഡിക്കൽ ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഏതാണ്ട് 28 ഡോക്ടേഴ്സാണ് നമുക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാനായിട്ട്. ഏതാണ്ട് 64 നേഴ്സസും ഉണ്ടാവും. പിന്നെ നമുക്ക് അക്കൗണ്ടൻറ്റും റിസപ്ഷനിസ്റ്റും നിങ്ങൾ കണ്ടു കാണും. അടുത്ത ദിവസത്തേക്ക് പരസ്യങ്ങളിൽ ഒരുപാട് നമ്മൾ ഓൺലൈൻ പരസ്യങ്ങളൊക്കെ കൊടുത്ത് ഒരുപാട് പേര് നമുക്ക് അതിനകത്ത് ജോയിൻ ചെയ്ത് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം അതിനെയൊക്കെ പല പ്രാവശ്യം ട്രെയിനിങ് കൊടുത്ത്, കാരണം ഇതിനൊക്കെ പുറകിൽ കുറേ വർക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു ബിസിനസ്സിലേക്ക് വരുന്ന ഇല്ലെങ്കിൽ ഇൻവെസ്റ്ററായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെയല്ല നമ്മുടെ ഒരു ബിസിനസ് ചെയ്ത് ലാഭം മാത്രം ഉണ്ടാകാവും, നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പേരിനെ ബാധിക്കും. അപ്പോൾ ആ രീതിയിൽ ഇതിനെല്ലാം മാനേജ് ചെയ്ത് നിങ്ങൾക്ക് തരുന്ന ഒരു രീതിയിലാണ്. അപ്പം ആന്ത്രപ്രണേഴ്സ് അതിനകത്ത് കാര്യമായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല, പക്ഷേ അതിൻ്റെ എക്സ്പാൻഷൻസും മറ്റ് ടൈഅപ്സും സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു, അതിനൊക്കെ ആന്ത്രപ്രണേഴ്സ് വരണം. അപ്പോൾ എത്രയും പെട്ടെന്നൊരു കാര്യം ചെയ്യുക, ഇതിനകത്ത് കയറി പിന്നെ ജസ്റ്റ് വാട്സപ്പിൽ രജിസ്റ്റർ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ സാമ്പത്തികപരമായിട്ടുള്ള ഏത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും സൂമിൽ വന്നിട്ടുള്ള ആൾക്കാർ വീഡിയോ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരപ്പോൾ പുറത്താക്കും. കാരണം നമുക്കത് എല്ലാ ബിസിനസ്സിനും അതിൻ്റെതായ ചില എക്സ്ക്ലൂസീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് പബ്ലിക്കിൽ നമുക്ക് പറയാനായിട്ട് തന്നെയല്ല, അതിനകത്ത് പൈസ മുടക്കി അതിൻ്റെ എഫർട്ട് എടുത്ത് നിൽക്കുന്ന ആൾക്കാരെ ഖനിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കത്തില്ല. അത് കമ്പൽസറി ആയിരിക്കും. അതുകൊണ്ടൊരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ആ രീതിയിൽ എല്ലാം കണ്ടോളൂ.
അപ്പം എത്രയും പെട്ടെന്ന് ഇപ്പോൾ തന്നെ നിങ്ങളിത് ചെയ്ത് അറിയിക്കുക. ഇതിപ്പോൾ എവിടെയൊക്കെ കിട്ടുന്നോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. അപ്പോൾ ഈ ലിങ്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ കൂടെ ചേരാൻ വരുന്ന നമുക്ക് ഏറ്റവും ഇതിനകത്ത് ഈ ഒരു കാര്യം നമുക്കറിയാം, കേരളത്തിലെ സ്റ്റേറ്റിലെ ആൾക്കാരുടെ ഒരുപാട് ഹെൽത്തും ഒരുപാട് വേദനകളും പ്രയാസങ്ങൾക്കും ഒരു പരിഹാരമായി മാറാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്.